ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ പൊസസ്ഡ് ഓവർ ദ മൈൻഡ് ഓഫ് ദ കോൺട്രാക്റ്റിംഗ് പാർട്ടി. അല്ലേ, ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ, അല്ലേ, പൊസസ്ഡ് ഓവർ ദി മൈൻഡ് ഓഫ് ദ കോൺട്രാക്റ്റിംഗ് പാർട്ടി. ഇത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഞാനൊരു എംപ്ലോയറാണ്. എൻ്റെ അണ്ടറിലൊരു ABC വന്നിട്ട് 3 വർക്കേഴ്സ് ഉണ്ട്. സോ അതിൽ ഞാൻ എയുടെ അടുത്തൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്ക് ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ എക്ക് ഞാനായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിൽ താല്പര്യമൊന്നുമില്ല. കാരണം ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ബെനിഫിറ്റ് കൂടുതലും എനിക്കാണ്, എംപ്ലോയർക്കാണ്. അപ്പോൾ വർക്കർക്ക് യാതൊരു താല്പര്യമില്ല. എങ്കിലും വർക്കർ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കൺസെൻറ്റ് എനിക്ക് തരികയാണ്. സോ ഇവിടെ ഞാനും വർക്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എംപ്ലോയി റിലേഷൻഷിപ്പാണ്. അതിൽ എംപ്ലോയറായ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ വിൽ പവറിനെ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡൊമിനേറ്റിംഗ് പൊസിഷനെയും ഡൊമിനേറ്റിംഗ് പവർ എനിക്കുണ്ട്. സോ ആ പവർ ഉള്ളത് കൊണ്ട് മാത്രം എന്ത് ചെയ്യണം? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം. മേ ബി ജോബ് പോവോ അല്ലെങ്കിൽ ജോബ്ലെസ് ആവോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അവർ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നത്. പക്ഷെ എംപ്ലോയർ ഒരിക്കലും അയാളെ ത്രെറ്റ് ചെയ്തിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? എംപ്ലോയി റിലേഷൻഷിപ്പാണ്, അല്ലേ? അതിൽ എനിക്കൊരു ഡൊമിനേറ്റിംഗ് പൊസിഷൻ ഉണ്ട് ആസ് എ എംപ്ലോയർ. അയാളുടെ എംപ്ലോയർ ആണ് ഞാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് മാത്രം എംപ്ലോയി എന്ത് ചെയ്യണം? ഞാനായിട്ടൊരു എംപ്ലോയറായിട്ടൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ ഇതിനെയാണ് അവിടെ ഞാൻ എൻ്റെ എംപ്ലോയറിൻ്റെ പൊസിഷനെ എന്ത് ചെയ്തിരിക്കുകയാണ്? മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആസ് എ എംപ്ലോയർ എന്നുള്ള റിലേഷൻഷിപ്പിനെ മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ എനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സോ അൺഫെയർ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയും? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നോക്കിക്കോ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ. ഇവിടെ എനി പവർ പറയുന്നത് എന്തായിരിക്കും? ഡൊമിനേറ്റിംഗ് പവറാണ്. പൊസസ്ഡ് ഓവർ ദി മൈൻഡ്, അയാളുടെ മൈൻഡിലാണ്, അയാളുടെ വിൽ പവറിൻ്റെ മേലെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓവർ ദി മൈൻഡ് ഓഫ് കോൺട്രാക്റ്റിംഗ് പാർട്ടി. ഓക്കെ, അപ്പം ഇതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഭീഷണിപ്പെടുത്തുക ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ഇതൊരു മെൻ്റൽ പ്രഷറാണ്. നമ്മുടെ കൊയേഷൻ ആണെങ്കിൽ ഫിസിക്കലി നമ്മൾ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ ഇതൊരു മെൻ്റൽ പ്രഷറാണ്. നമ്മളൊന്നും തന്നെ ചെയ്യാതെയും അതർ പാർട്ടി എന്ത് ചെയ്യാണ്? നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് സൈൻ ചെയ്യേണ്ടി വരികയാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ഡെഫിനിഷൻ നോക്കാം. എ കോൺട്രാക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് where the relations subsisting between the parties are such that one of the parties is in a position to dominate the will of the other and uses that position to obtain the unfair advantage over the other. അല്ലേ? അപ്പോൾ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വേർ റിലേഷൻസ് സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, അല്ലേ? അപ്പോൾ പാർട്ടീസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ്? സച്ച് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടീസ് ഈസ് ഇൻ എ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദ വിൽ ഓഫ് ദി അതർ പേഴ്സൻ്റെ വില്ലിനെ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ ആർക്കുണ്ട്? ഒരു പാർട്ടിക്കുണ്ട്. ആൻഡ് യൂസസ് ദാറ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ദ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി അതർ, അല്ലേ? ആ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ഡെഫിനിഷനാണ്. അതായത് രണ്ട് പാർട്ടീസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അതിലൊരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിൻ്റെ വിൽ പവറിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള പൊസിഷനാണുള്ളത്. ദെൻ ആ പൊസിഷൻ അയാൾ എന്ത് ചെയ്യുന്നത്? അയാൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന രീതിയിൽ അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആസ് പെർ എബവ് ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് 2 എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിനുള്ളത്. ഫസ്റ്റ് വൺ, ദ റിലേഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇൻ സച്ച് എ ദാറ്റ്
വൺ ഓഫ് ദം ഈസ് ഇൻ പൊസിഷൻ ടു ഡൊമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ പാർട്ടി അല്ലേ. റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ഒരു പാർട്ടി അതർ പാർട്ടിൻ്റെ വില്ലിങ്നെസ്സിനെ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ വിൽ പവറിനെ ഡൊമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റിലേഷൻ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡൊമിനൻറ്റ് പാർട്ടി ഹാസ് യൂസ്ഡ് ദാറ്റ് പൊസിഷൻ അല്ലേ. ഡൊമിനൻറ്റ് പാർട്ടി ആ പൊസിഷൻ യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഇൻഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? ഒരു പാർട്ടി അതർ പാർട്ടിൻ്റെ വില്ലിങ്നെസ്സിനെ ഡൊമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. ദെൻ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ പൊസിഷൻ അയാൾ അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എന്തുണ്ട് പറയാം? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, താഴെ പേഴ്സൺസ് ഇൻ ഡൊമിനൻറ്റ് പൊസിഷൻ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അപ്പാരൻറ്റ് അതോറിറ്റി ഉള്ള ആൾക്കാർ. അപ്പാരൻറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ കൺട്രോളിങ് അതോറിറ്റി ഉള്ള ആൾക്കാർ എന്തുണ്ട്? ഡൊമിനൻറ്റ് പൊസിഷൻ ഉണ്ട്. അതാണ് ഹി ഹോൾഡ് എ റിയൽ ഓർ അപ്പാരൻറ്റ് അതോറിറ്റി ഓവർ ദി അതർ. അതായത് മാനേജർ, വർക്കർ, ഇൻകം ടാക്സ് ഓഫീസർ, അസസി, മാസ്റ്റർ, സെർവൻറ്റ്, അങ്ങനെയുള്ള കേസുകൾ. ദെൻ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം റിലേഷൻഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പുള്ള ആൾക്കാർ പറയുമ്പം പാരൻറ്റ്, ചൈൽഡ്, ഗാർഡിയൻ, വാർഡ്, ഡോക്ടർ, പേഷ്യൻറ്റ്, പബ്ലിഷർ, ഓതർ, അങ്ങനെയുള്ള ആൾക്കാർ. ദെൻ രണ്ട് കോൺട്രാക്റ്റിംഗ് പാർട്ടീസിലുള്ളതിൽ ഒരു പാർട്ടി എന്ന് പറയുന്നത് പെർമനൻ്റ്ലിയോ ഒരു ടെമ്പററിലിയോ അയാളുടെ മെൻ്റൽ കപ്പാസിറ്റി ആബ്സെൻ്റ് ആണെങ്കിൽ അതർ പാർട്ടിക്ക് എന്തുണ്ട്? ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട്? അപ്പാരൻറ്റ് അതോറിറ്റി ഉള്ള ആൾക്കാർ. അതേമാതിരി ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൽ ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട്. ദെൻ ടെമ്പററിലി അല്ലെങ്കിൽ പെർമനൻ്റ്ലി മെൻ്റൽ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരുമായിട്ട് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ എന്തുണ്ട്? ഡൊമിനൻ്റ് പൊസിഷൻ ഉണ്ട്. ദെൻ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ് അല്ലേ. ഈ 4 കേസിലും ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രീവ്ഡ് പാർട്ടിൻ്റെ ഓപ്ഷൻ അനുസരിച്ച് ആ കോൺട്രാക്റ്റിന് എന്ത് ചെയ്യാം? വാലിഡ് ആക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഇവിടെയും എന്താണ്? അഗ്രീവ്ഡ് പാർട്ടിൻ്റെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ആ കോൺട്രാക്റ്റിനെ വാലിഡ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ വോയിഡ് ആക്കാൻ പറ്റും. ഇത് അഗ്രീവ്ഡ് പാർട്ടിൻ്റെ കയ്യിലാണ് ആ ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഉള്ള ഒരു കോൺട്രാക്റ്റിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുക, അതായത് ഒരു കോൺട്രാക്റ്റ് നമ്മൾ വോയിഡബിൾ ആക്കുകയാണ്, സോ ഓക്കെ എന്ന് പറഞ്ഞ് അഗ്രീവ്ഡ് പാർട്ടി ആ ക്യാൻസൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ ക്യാൻസൽ ചെയ്യുമ്പോൾ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടി, അതർ പാർട്ടിക്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ കോർട്ട് ഡിസൈഡ് ചെയ്യും. കോർട്ട് രണ്ട് പേഴ്സൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് ജസ്റ്റിഫയബിൾ മാനറിൽ അത് എന്ത് ചെയ്യും? ഡിസൈഡ് ചെയ്യും. എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ പെർഫോമൻസ് എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സെറ്റിസൈഡ് ചെയ്യേണ്ടത് എന്നാണ് കോർട്ടാണ് ഡിസൈഡ് ചെയ്യുക. ദെൻ കണ്ടീഷൻ അണ്ടർ വിച്ച് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് സസ്പെക്റ്റഡ്. അതായത് ചില കേസുകൾ, ചില കോൺട്രാക്റ്റുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അതായത് ഇൻഎഡ്യൂക്കസി ഓഫ് കൺസിഡറേഷൻ, ഒരു കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ കുറവാണ്. അതുമാതിരി തന്നെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ്, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത പാർട്ടീസ് തമ്മിലൊരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ ഇനിക്വാലിറ്റി ബിറ്റ്വീൻ പാർട്ടീസ് ആസ് റിഗാർഡ്സ് ഏജ്, ഇൻ്റലിജൻസ്, സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് കോൺട്രാക്റ്റും പാർട്ടീസ് തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാവുക, അവർ തമ്മിൽ ഇൻ്റലിജൻസിൽ ഡിഫറൻസ് ഉണ്ടാവുക, അതുമാതിരി തന്നെ സോഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടാവുക. സോ ആ കേസിലൊക്കെ നമുക്കവിടെ കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ കോൺട്രാക്റ്റ് വിത്ത് പർദനാഷ്യൻ വുമൻ, പർദനാഷ്യൻ വുമാനായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ സസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. ദെൻ അൺകോൺഷനബിൾ ബാർഗെയിൻസ്. അൺകോൺഷനബിൾ ബാർഗെയിൻസ് എന്ന് പറയുമ്പം
ബാർഗെയിനിങ് പവേഴ്സ്, രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് ഈക്വൽ അല്ല. ഒരു പാർട്ടിക്ക് ബാർഗെയിൻ പവർ കൂടുതലും അതർ പാർട്ടിക്ക് ബാർഗെയിൻ പവർ കുറവാണെങ്കിൽ അവിടെയും എന്തുണ്ടാകും, അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. അതായത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇത്രയും കേസുകളിൽ നമുക്ക്, അതായത് ഇൻഎഡ്യൂക്കേറ്റ് കൺസിഡറേഷൻ ആണെങ്കിൽ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അതുമാതിരി ഏജ് ഡിഫറൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആണെങ്കിൽ, പർദനാഷൻ വുമനായിട്ടുള്ള കോൺട്രാക്റ്റിൽ, അൺകോൺഷനബിൾ ബാർഗെയിൻസിലൊക്കെ നമുക്ക് എന്ത് സസ്പെക്റ്റ് ചെയ്യാം, അൺഡ്യൂ ഇൻഫ്ലുവൻസ് സസ്പെക്റ്റ് ചെയ്യാം. അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഇനി നോ പ്രിസംഷൻ ഓഫ് ഡൊമിനൻറ്റ് പൊസിഷൻ, ഇതുപോലെ നമുക്ക് സസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില കേസുകളിൽ. അതിൽ പറയുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ കോൺട്രാക്റ്റ് ഉള്ള കേസിൽ, അതുമാതിരി തന്നെ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ, ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ്, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. അപ്പോൾ ഇങ്ങനെ കേസിൽ ഈ പാർട്ടീസ് തമ്മിൽ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. ദ പാർട്ടീസ് ഹാവ് ടു പ്രൂവ് ഇറ്റ്, അല്ലേ? പാർട്ടീസിന് പ്രൂവ് ചെയ്യണം ഞങ്ങൾ തമ്മിൽ കോൺട്രാക്റ്റിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വഴിയാണ് ഈ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പാർട്ടീസിന് പ്രൂവ് ചെയ്യണം. കോർട്ടിനോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണോ ഇതിൽ സസ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് കോൺട്രാക്റ്റ് വിത്ത് പർദനാഷൻ വുമൺ നോക്കാം. പർദനാഷൻ വുമൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സെക്ലൂഷൻ അനുഭവിക്കുന്ന വുമണിനും നമ്മൾ എന്താ പറയുക, പർദനാഷൻ വുമൺ എന്ന് പറയുന്നത്. അതായത് ഒരു റിലീജിയസിൻ്റെ കസ്റ്റമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി കസ്റ്റംസിൻ്റെ ഭാഗമായിട്ടോ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി സെക്ലൂഷൻ അനുഭവിക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ്ലി സെക്ലൂഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പർദനാഷൻ വുമൺ എന്ന് പറയും. ഇപ്പോൾ പർദ മീൻസ് തന്നെ വീലാണ്, അതായത് എന്തൊരു മറ, സൊസൈറ്റിയിലോട്ടൊരു മറ, അതിനാണ് നമ്മൾ എന്ത് പറയുക, പർദ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല, ഔട്ട്സൈഡേഴ്സായിട്ട് യാതൊരു കോൺട്രാക്റ്റ് ഇല്ല, ഔട്ട്സൈഡേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ ട്രിക്കുകളൊന്നും മനസ്സിലാവുന്നില്ല. സോ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല. സോ അങ്ങനെയുള്ള വുമണിയാണ് നമ്മൾ എന്താ പറയുക, പർദനാഷൻ വുമൺ എന്ന് പറയുന്നത്. സോ അല്ലാതെ ദിവസം ജോലിക്ക് പോകുന്ന ആൾക്കാർ, റെൻറ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരിനെയൊന്നും നമ്മൾ പർദനാഷൻ വുമനായിട്ട് കൺസിഡർ ചെയ്യില്ല. പർദനാഷൻ വുമൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള ഔട്ട്സൈഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കംപ്ലീറ്റ് സെക്ലൂഷൻ ഉള്ള ആൾക്കാരിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വുമൻസിനെയാണ് നമ്മൾ പർദനാഷൻ വുമനായിട്ട് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ നമ്മൾ ഈ സ്പെഷ്യലായിട്ട് അതിൻ്റെ പഠിക്കേണ്ടി വരുന്നത്, കോൺട്രാക്റ്റ് വിത്ത് പർദനാഷൻ വുമൻ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. സോ അങ്ങനെയുള്ള പേഴ്സണായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അതർ പാർട്ടി കോർട്ടിൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യണം. അതായത് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ പർദനാഷൻ വുമനെ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൻ അതും നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്, പർദനാഷൻ വുമൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന മുന്നേ അതർ പാർട്ടി പർദനാഷൻ വുമന് ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ പർദനാഷൻ വുമൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് എങ്ങനെ ആ പർദനാഷൻ വുമൻ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യേണ്ടി വരും. സോ കോർട്ട് എപ്പോഴും പർദനാഷൻ വുമനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുക. സോ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താകുള്ളൂ, ആ കോൺട്രാക്റ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ കഴിയുള്ളൂ. സോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പർദനാഷൻ വുമനായിട്ട് ഒരു ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണം. ഏത് കാര്യങ്ങൾ, താഴെ 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വുമൺ, പർദനാഷൻ വുമൺ അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി മനസ്സിലായിരിക്കണം, കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുമായി തന്നെ കോൺട്രാക്റ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ എഫക്റ്റിനെ കുറിച്ച് ഫുൾ നോളേജ് ഉണ്ടായിരിക്കണം, അല്ലേ? ദെൻ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന മുന്നേ ആ പേഴ്സൺ അല്ലെങ്കിൽ വുമൺ, പർദനാഷൻ വുമണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിസ്ഇൻട്രസ്റ്റഡ് അഡ്വൈസ് കിട്ടിയിരിക്കണം. ഓക്കെ. ദെൻ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് നോക്കാം. കൊയേഷനിൽ നമുക്കറിയാം ഒരു പാർട്ടീൻ്റെ കൺസെൻറ്റ് കിട്ടുന്നത് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുള്ള, ഇന്ത്യൻ പീനൽ കോഡിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, അല്ലേ?
അത് കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. അതാണ് ഏതിൽ വരുന്നത്, കൊയേഷനിൽ വരുന്നത്. അണ്ടർ ഇൻഫ്ലുവൻസിൽ ഒരു പേഴ്സൺ അയാളുടെ ഡൊമിനൻ്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്തിട്ടാണ് അതർ പാർട്ടിൻ്റെ കൺസെൻറ്റ് വാങ്ങുന്നത്. ദെൻ കൊയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ പ്രഷറാണ്. പക്ഷേ അണ്ടർ ഇൻഫ്ലുവൻസോ മെൻ്റൽ പ്രഷറാണ്. ദെൻ കൊയേഷൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈവൻ തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, മറ്റൊരു പേഴ്സണെ എന്ത് ചെയ്യാം, ത്രെറ്റ് ചെയ്യാം, കൊയേഷൻ ചെയ്യാം. പക്ഷേ അണ്ടർ ഇൻഫ്ലുവൻസിലോ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൊമിനൻ്റ് പൊസിഷൻ എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് ഒരു പാർട്ടിൻ്റെ കൺസെൻറ്റ് വാങ്ങാൻ പറ്റുള്ളൂ. തേർഡ് പേഴ്സൺ എന്ത് പറ്റില്ല, അണ്ടർ ഇൻഫ്ലുവൻസ് വഴി ഒരു പേഴ്സൻ്റെ കൺസെൻറ്റ് വാങ്ങാൻ കഴിയില്ല. ഓക്കെ. ദെൻ കൊയേഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ ആക്റ്റാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് ഉറപ്പാണ്. പക്ഷേ അണ്ടർ ഇൻഫ്ലുവൻസോ ക്രിമിനൽ ആക്റ്റ് അല്ല, അത് മെൻ്റൽ പ്രഷറാണ്, നമുക്കത് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ദെൻ കൊയേഷൻ്റെ കേസോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നെസസറി അല്ല, അല്ലേ. അതിൽ കൊയേഷന് രണ്ട് പാർട്ടീസിൻ്റെ റിലേഷൻഷിപ്പ് വേണം എന്നൊന്നും ഇല്ല. പക്ഷേ അണ്ടർ ഇൻഫ്ലുവൻസിൽ ദർ മസ്റ്റ് എക്സിസ്റ്റ് സം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, അല്ലേ. പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യണം, അല്ലേ. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, ഫിഡ്യൂഷ്യറിയോ അല്ലെങ്കിൽ അപ്പലൻ്റ് അതോറിറ്റി റിലേറ്റഡ് ആയിട്ടൊരു റിലേഷൻഷിപ്പോ, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു അണ്ടർ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അണ്ടർ ഇൻഫ്ലുവൻസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.